ഹായ്, ഹലോ, ലിസ്ബി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോണത് നേന്ത്രക്കായ കൊണ്ടുള്ളൊരു കറിയാണ്. അപ്പോൾ നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ആഴ്ചയിൽ ഒരിക്കലൊക്കെ നേന്ത്രക്കായ കൊണ്ട് പല കറികളൊക്കെ ഉണ്ടാക്കാറുണ്ട്. പണ്ടത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ 1-2 പ്രാവശ്യമൊക്കെ വീട്ടില് എല്ലാവരും നേന്ത്രക്കായ കറി വെക്കുന്നതാണ് പറഞ്ഞു കേട്ടിട്ടില്ല. കാരണം എന്താ വെച്ചാല് പണ്ടത്തെ കാലത്ത് വീടുകളിൽ നേന്ത്ര അവർ സ്വയമായിട്ട് കൃഷി ചെയ്യുന്നുണ്ടാവും. വീടുകളിൽ ലഭ്യമായിരുന്ന ഒരു വീട് എല്ലാത്തരം കായകൾ മാത്രമല്ല അതിലെല്ലാ സാധനങ്ങളും അടങ്ങിയിട്ടുള്ളതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നേന്ത്രക്കായ നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറില് ഈ നേന്ത്രക്കായ കറി കൂട്ടിയിട്ട് ചോറുണ്ണുമ്പോ വയറ് പറഞ്ഞ ഫില്ലായ പോലെ തോന്നും. അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നേന്ത്രക്കായല് ഇഷ്ടംപോലെ ഫൈബർ ഉണ്ട്, അതുപോലെ വൈറ്റമിൻ സി ഇഷ്ടംപോലെ ഉണ്ട്. ലോ ഫാറ്റ് ആണ്, വൈറ്റമിൻ സി ഇഷ്ടം പോലെയാ. അതുപോലെ ലോ ഫാറ്റ് ആണ്. അപ്പൊ നമുക്കൊക്കെ വീട്ടില് നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ നേന്ത്രക്കായ കൊണ്ടുള്ള എന്തെങ്കിലും ഡിഷുകൾ ഉണ്ടാക്കുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാവുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിഷാണ്. വേറൊരു പ്രത്യേകത ഇതിനുണ്ട്. നോ ഓണിയൻ, നോ ഗാർലിക്. ഭൂമിയുടെ അടിയിലുള്ള കൃഷി ചെയ്തിരുന്ന സാധനങ്ങളൊന്നും ഇതിൽ ഉപയോഗിക്കില്ല. അങ്ങനെ കുറെ ആൾക്കാരുണ്ട്, എനിക്കറിയാം. എന്റെ ഫ്രണ്ട്സ് തന്നെ കുറെ പേരുണ്ട് അങ്ങനെ കഴിക്കാത്തത്. നമ്മൾ കഴിക്കുന്നതാണ്. അല്ലാതെ അങ്ങനത്തെ അവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന സൂപ്പർ കറി. ഇതിന് വേറെ ഗുണം നല്ലൊരു എന്താ പറയാ വിഭവം നന്നായി ടേസ്റ്റ്, പ്രത്യേക തരം ടേസ്റ്റാണ്. ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു ഫീലാണ്. യെസ്, അതായത് അധികം എരിവൊന്നുമില്ല, എല്ലാ ഏജ് ഗ്രൂപ്പിനും പറ്റും. അപ്പൊ നമുക്ക് അത് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പ് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ലൈക്ക് എല്ലാവരും ലൈക്ക് ഒരു ഇതാണ് കേട്ടോ. നമുക്കൊരു വീഡിയോ ഇടുമ്പോ അതിന് ലൈക്ക് കിട്ടിക്കഴിഞ്ഞാലാണ് ഒരു റേഞ്ചിലേക്ക് തന്നെ പോവുള്ളൂ. അപ്പൊ എല്ലാവരും ഈ വീഡിയോ കാണുമ്പോ തന്നെ ലൈക്ക് ഇടാ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ നന്നായി കാണുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ഈ കറി ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയും. അപ്പൊ നമ്മുടെ നേന്ത്രക്കായ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 നേന്ത്രക്കായ നമ്മളിവിടെ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. തൊലിക കളഞ്ഞ് കിളിനേക്ക് നന്നായി കഴുകി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 1/4 കപ്പ് മാത്രം മതി തുവരപ്പരിപ്പ്. ഇത് നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കട്ടോ, ഞാൻ കഴുകിയിട്ടില്ല. പിന്നെ വേണ്ടത് ടൊമാറ്റോ, ഒരു 2 ചെറിയ ടൊമാറ്റോ. അപ്പൊ ഇതൊക്കെ കൂടി നമുക്ക് വേവിക്കാനുള്ളതാണ്. അപ്പൊ ആദ്യം തന്നെ ഇത് 1 പോട്ട് കുക്കിംഗ് അല്ല 1 പോട്ടിൽ വേണമെങ്കിൽ കുക്ക് ചെയ്യാം. നമുക്ക് നമ്മുടെ സൗകര്യം പോലെയൊക്കെ തന്നെയാണ്. ഞാൻ എന്നാലും പാത്രങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ കഴുകി ഇട്ടതാണ് കേട്ടോ. 2-3 പ്രാവശ്യം കഴുകിയതാണ്. കായ അതിലേക്ക് ഇടാം. തക്കാളി ഇടാം. പരിപ്പ് ഞാൻ ഒന്ന് കഴുകിയിട്ടിടാം. പരിപ്പ് കഴുകിയിട്ടുണ്ട്. പരിപ്പ്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി. യെസ്, വെള്ളം ഒഴിക്കണം. വെള്ളം ആവശ്യത്തിന് മൂടി കിടക്കണ പോലെ വെള്ളം ഒഴിച്ചിട്ട് 2 വിസിലടിക്കാം. അടുപ്പിക്കാം. 1 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലെല്ലാം മഞ്ഞൾപ്പൊടി തട്ടി. അപ്പോൾ നമ്മുടെ കായും പരിപ്പൊക്കെ കുക്കാവുന്ന സമയത്ത് നമ്മളിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ സ്വല്പം എണ്ണ കേട്ടോ, 1 ടീസ്പൂൺ എണ്ണ, ഇത്ര മതി. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഉലുവ നമ്മളൊരു 1/4 ടീസ്പൂണിന് താഴെ അത്രേ ഇടണുള്ളൂ. അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിക്കണം. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ജീരകം, ഒരു 1/2 ടീസ്പൂൺ. ജീരകം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം. പക്ഷെ എന്നാലും നമ്മൾ വെക്കുന്ന കറിയുടെ ടേസ്റ്റ് കിട്ടാൻ ചെറുതായിട്ട് ജീരകം ഇടണം. പിന്നെ കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യട്ടെ. 1 ടീസ്പൂൺ വരെ ആവാം. ഞാനിപ്പോ ഒരു 1/2 ടീസ്പൂൺ. ഉലുവ ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ജീരകം അത്ര, പിന്നെ ഒരു 10-12 മണി കുരുമുളക് ഇളക്കിക്കോ. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ചൂടായി നമുക്ക് കുറച്ച് കറിവേപ്പില. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ. അതിലേക്ക് പച്ചമുളക്, ഒരു 4 ചെറിയ പച്ചമുളക്, അല്ലെങ്കിൽ 2 പച്ചമുളക് എടുത്താൽ മതി. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഈ ചൂടിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കാണ്. നമ്മൾ ഒരു 1/2 കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ആഡ് ചെയ്യണ്ടേ.
നമ്മൾ ചൂടാക്കുന്നില്ല, ഇത് നമ്മൾ നേരെ അരച്ചെടുക്കാൻ പോവാ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. അപ്പൊ നമുക്ക് ഇത് മിക്സിയുടെ കപ്പിലിട്ടിട്ട് നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം. അപ്പൊ നമ്മുടെ കുക്കറ് രണ്ട് വിസിലേക്കും ആവിയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. നല്ല ഒരു സെറ്റായിട്ട് കിട്ടിയില്ലേ നമുക്ക്. കറക്റ്റ് പരിപ്പും ഇതും അതെ കായൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കായ വേവാന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറെ ഇങ്ങനെ ഉടഞ്ഞു പോകണ്ടാട്ടോ. അപ്പൊ ഇത് ഇങ്ങനെ 2 വിസിലടിച്ചു കഴിഞ്ഞാൽ ഓക്കെയാണ്. പിന്നെ നമ്മുടെ അരച്ചു വെക്കാനുള്ള സംഭവങ്ങളൊക്കെ അതേ അരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് അപ്പൊ ഇതിൽ വെള്ളം ഒഴിച്ച് ഇതാക്കാം. അതിനു മുമ്പ് നമുക്ക് ഇപ്പൊ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു എന്ന് മാത്രം. നമ്മൾ ഈ പാത്രത്തിൽ കറി വെക്കാം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് അതിൽ തിളപ്പിച്ചിട്ട് നമുക്ക് നേരെ കാച്ചി അതിലേക്ക് ഇട്ടാലും മതി. പക്ഷെ ഇങ്ങനെ ചെയ്യാൻ പോണത് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാണ്. അപ്പൊ ഇനി കടുക് പൊട്ടുണ്ട്. അപ്പൊ നമുക്ക് മുളക് 2 ഉണക്കമുളക് തീ കുറച്ച് വെക്കാം. തീ കുറച്ച് വെച്ചു. നീക്കി വെച്ചു. സംഭവം ഇത്രയും പോകാത്ത പരിപാടി. വളരെ സിമ്പിളാണ് പരിപാടി. ഇതൊന്ന് തിളയ്ക്കണം. എന്താന്ന് വെച്ചാൽ നമ്മൾ ആ അരപ്പ് ഇതിൽ ഒഴിച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് ഒരു 2 മിനിറ്റ്. ആ 2 മിനിറ്റ് ഇത് എന്നുവെച്ചാൽ തിളച്ച് വന്നിട്ട് ഒരു 2 മിനിറ്റ്, അതായത് എല്ലാം കൂടിയിട്ട്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് സെറ്റ് ആവണം. അതിന്റെ ആ ടേസ്റ്റ് ഒക്കെ ഒന്ന് ഇതിൽ കായലൊക്കെ പിടിക്കണം, ആ അരപ്പിന്റെ ഒക്കെ. കളർ തന്നെ നമ്മൾ സാധാരണ കായ ഉപയോഗിക്കുമ്പോ എപ്പോഴും ഞങ്ങളുടെ വീട്ടിലേക്കും ഒരു മഞ്ഞ കളറാണ്. ഇതിന് വേറൊരു ഡിഫറെന്റ് ഷെയ്ഡാണ്. നല്ലൊരു സ്റ്റൂവിന്റെ കളറൊക്കെയാണ് സാധനം പൊരിക്കുന്നത്. നല്ലൊരു ഒഴിച്ചുകറിയാണ്. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാല് കുറച്ചു നേരം കായും പരിപ്പൊക്കെ അല്ലേ നമ്മൾ ഇട്ടേക്കണത്. അപ്പൊ കുറച്ചു നേരം കഴിയുമ്പോ ഇത്തിരി കൂടിയും തിക്കായി വരും. അപ്പൊ നമ്മൾ ആ ഒരു എന്താ പറയാ ഇതുപോലെയുള്ള ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, ആ ഒഴിച്ച് ഉള്ളൊരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ഓഫ് ചെയ്ത് വെക്കേണ്ടതാണ്. പോരാന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ടേസ്റ്റ് നോക്കിയിട്ട് ഇപ്പൊ ഒരു 2 മിനിറ്റ് തിളച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് ഫ്ലെയിം ഓഫ് ചെയ്തു. നമുക്ക് കുറച്ച് മല്ലിയില എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഇഷ്ടമുള്ളവർ ഇടാട്ടോ. പക്ഷെ നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്, നല്ല ടേസ്റ്റാണ്. പൊട്ടിച്ച് ഗാർണിഷ്. അപ്പൊ ഇത്രയേ ഉള്ളൂ കറി. അപ്പൊ ഇത് ചോറിന് കൂട്ടാനും, ചോറിന് മാത്രമല്ല ചപ്പാത്തിക്ക് അങ്ങനത്തെ സംഭവമൊക്കെ എല്ലാത്തിനും യോജിക്കുന്ന ഒരു കറിയാണ്. അപ്പൊ എന്തായാലും ഉണ്ടാക്കി നോക്കാം. അപ്പൊ അടുത്ത തവണ പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.